പെരുമ്പാവൂർ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി. ലോക യുവജന ദിനമായ ബുധനാഴ്ച രാവിലെ പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്നായിരുന്നു തുടക്കം. മുനിസിപ്പൽ ചെയർപേഴ്സൺ സംഗീത KN യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. ലോക യുവജന ദിനമായ ബുധനാഴ്ച പെരുമ്പാവൂർ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിയിൽ നിന്ന് മോചനം സുവിശേഷത്തിലൂടെ എന്ന സന്ദേശമുയർത്തി പെരുമ്പാവൂർ മുനിസിപ്പൽ മേഖലയിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 9 മണിക്ക് മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുമ്പിൽ നമ്മുടെ സർക്കാർ അനുഗ്രഹമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന ലഹരി മരുന്നിൻ്റെ വേരറുക്കുക എന്നുള്ളതായ ആ പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് രാവിലെ 9 മണിക്ക് മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് ഫ്രണ്ടിൽ നമ്മുടെ ബഹുമാനീയ നഗരസഭാ അധ്യക്ഷ ശ്രീമതി സംഗീത KN അവറുകൾ ഫ്ലാഗ് ഓഫ് ചെയ്ത് ആരംഭിച്ച ലഹരി വിമോചന സന്ദേശ യാത്ര പെരുമ്പാവൂർ പട്ടണത്തിൻ്റെ വിവിധ കോണുകളിൽ ഇന്ന് നടക്കുകയും ഇന്ന് വൈകിട്ട് 5 മണിക്ക് പെരുമ്പാവൂർ വെജിറ്റബിൾ മാർക്കറ്റിന് സമീപം അതിൻ്റെ സമാപന സമ്മേളനം ബഹുമാനിയായ പെരുമ്പാവൂർ MLA ശ്രീ മനോജ് മുത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ച് അതിൻ്റെ പരിപാടികൾ അവസാനിക്കുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ലഹരിയുടെ പിടിയിലേക്ക് നമ്മുടെ യുവത്വം വഴുതി വീണുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭാവിയുടെ വാഗ്ദാനങ്ങളായ പ്രിയപ്പെട്ടവരെ, ഈ ലഹരി മാഫിയ പിടിമുറുക്ക് മാത്രമല്ല, ഈ സമൂഹത്തെ നശിപ്പിക്കുവാൻ ഉതകുന്ന നടപടിക്രമങ്ങളുമായിട്ട് നമ്മുടെ സമൂഹത്തിൽ വളരെ വേഗം ഈ അർബുദ വ്യാധി പോലെ ഈ ലഹരിയുടെ അതിവ്യാപനം നടക്കുമ്പോൾ പെരുമ്പാവൂർ പട്ടണത്തിലെ ദൈവസഭകളുടെ സംഘടിത രൂപമായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമൂഹത്തോടെയാണ് പ്രതിബദ്ധത നിർവഹിക്കുകയാണ്. രാവിലെ പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശത്ത് നിന്നും ആരംഭിച്ച യാത്ര മുനിസിപ്പൽ ചെയർപേഴ്സൺ സംഗീത KN ഫ്ലാഗ് ഓഫ് ചെയ്തു. വൈസ് ചെയർമാൻ ബിജു ജോൺ ജേക്കബ്, കൗൺസിലർമാരായ ഹൈറുന്നിസ, നീന പൗലോസ് എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, നമ്മുടെ പുതിയ തലമുറയെ ലഹരിയിൽ നിന്ന് എങ്ങനെ നമുക്ക് ആ ഒരു വലിയൊരു ചതിക്കുഴിയിൽ നിന്ന് നമ്മുടെ യുവതലമുറയിലെ കൈകോർത്ത് അവരെ മുകളിലേക്ക് ഉയർത്താമെന്ന് നമ്മളെല്ലാവരും ഒത്തൊരുമയോടുകൂടി നിന്നാൽ മാത്രമേ നമ്മുടെ ഈ യുവതലമുറയെ ലഹരി എന്ന ആ ലോകത്തിൽ നിന്ന് വേർപെടുത്താൻ നമുക്ക് കഴിയുള്ളൂ എന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി UCF എന്ന ഈ ഒരു കൂട്ടായ്മ ഇതിന് മുൻകൈ എടുത്തു വന്നതിൽ ആദ്യം തന്നെ UCFനുള്ള ആശംസകൾ ഈ അവസരത്തിൽ നേരുകയാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഈ ലഹരി വിരുദ്ധത്തിനെ കുറിച്ചുള്ള വളരെ മനോഹരമായ ഒരു സന്ദേശം പാസ്റ്ററുടെ കേൾക്കാനിടയുണ്ടായി. വളരെ മനോഹരമായ ഭക്തിഗാനങ്ങളും പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ പാസ്റ്ററിൻ്റെ ഏകാംഗ നാടക അഭിനയമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ യുവതലമുറ എന്തൊരു കാര്യത്തിനും അപ്പനമ്മമാരോട് എന്ത് കാര്യം നമ്മൾ യുവതലമുറയോട് പറഞ്ഞാലും ആദ്യം അവർ പറയുന്നത് ഇപ്പോൾ നോ എന്നാണ്. എപ്പോൾ നോക്കിയാലും മൊബൈൽ യുഗത്തിൽ ജീവിക്കുന്നവർ നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും, ഭക്ഷണം കഴിക്കാനാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ആദ്യം നമ്മൾ പറയുമ്പോൾ അവർ നോ എന്നുള്ള വാക്കാണ് നമ്മളോട് പറയുക. ഈ നോ എന്ന് പറയുന്ന കാര്യം എവിടെയാണ് പറയേണ്ടതാണ് എന്നതാണ് നമ്മൾ യുവതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മുടെ പാസ്റ്റർ ഇവിടെ അവതരിപ്പിച്ചതുപോലെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ സ്നേഹത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കുമെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നുവിടുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഏത് ലോകത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്, ഒരു ലഹരി വഴിയിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതെങ്കിൽ അതിനെയാണ് നോ എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തേണ്ടതെന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ യുവതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണമെന്നാണ് പാസ്റ്റർ ആ ഒരു നാടകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നത്. പാസ്റ്റർ ABP ജോർജ് സന്ദേശം നൽകി. തുടർന്ന് പെരുമ്പാവൂർ പട്ടണത്തിന്റെ വിവിധയിടങ്ങളിലെത്തി പ്രവർത്തകർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. മകനാണ്, ഒരു അമ്മയുടെ പ്രതീക്ഷയാണ്, ഒരു അച്ഛന്റെ സ്വപ്നമാണ്, ഒരു സഹോദരന്റെ സ്നേഹമാണ്, ഒരു കൂട്ടുകാരന്റെ സുഹൃത്താണ്. പക്ഷേ ഞാൻ മയക്കുമരുന്നിന്റെ പിന്നാലെ പോയാൽ അപ്പോൾ ഞാൻ ആരായിരിക്കും? എന്റെ സുഹൃത്ത് എന്നോട് പറയുക, എടാ ഒന്ന് പരീക്ഷിച്ചു നോക്കടാ, ഒറ്റ തവണയല്ലേ, ഒന്നും സംഭവിക്കത്തില്ല. ഒറ്റ തവണ, അതാണല്ലേ പലരുടെയും ജീവിതം തകർത്ത ആദ്യ വാക്ക്, ഒറ്റ തവണ. ഒറ്റത്തവണ എന്ന് പറഞ്ഞ് തുടങ്ങും. പിന്നെ
ഇന്നൊന്നുകൂടി. പിന്നെ ഇതിനെ പറ്റത്തില്ല. അവസാനം എന്നെ രക്ഷിക്കണേ. പക്ഷെ എപ്പോഴേക്കും ഒരുപാട് വൈകി. എന്റെ അമ്മ എന്നെ നോക്കി പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്, മോഹനെ നീ എന്തിനാ ഇങ്ങനെ മാറിപ്പോയത്? വൈകിട്ട് പെരുമ്പാവൂർ വെജിറ്റബിൾ മാർക്കറ്റിന് മുൻവശത്തായിരുന്നു സമാപന സമ്മേളനം. മനോജ് മുത്തേടൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരായിട്ടുള്ള സന്ദേശം എത്തിച്ച് ഇവിടെ ഈ ലഹരി വിമോചന യാത്ര സന്ദേശയാത്ര സമാപിക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു നാടിൻ്റെ ആവശ്യമായി മാറുകയാണ്. ലഹരി എന്നത് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതൊരു വിഭാഗത്തിൻ്റെയോ മാത്രമല്ല, അതിനപ്പുറത്തായി ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം സമൂഹം മുഴുവൻ ഏറ്റെടുക്കേണ്ട അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഈ സമരം നമ്മളെല്ലാവരും കൂടി ഏറ്റെടുക്കുന്നത്. സമരം എന്ന് പറയുന്നതിനപ്പുറത്തായി പ്രതിരോധം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ഏറ്റവും പ്രലോഭനകരമായിട്ടുള്ള തിന്മയുടെ ഒരു ശക്തിയാണ് ലഹരി എന്ന് പറയുന്നത്. ആ ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ പ്രതിരോധത്തിൻ്റെ കോട്ടയാണ് നമുക്ക് തീർക്കേണ്ടത്. നമുക്കറിയാം നമ്മുടെ പെരുമ്പാവൂരിൽ മാത്രമല്ല, ലഹരിയുടെ വ്യാപകമായിട്ടുള്ള നീരാളിപ്പിടുത്തം നമ്മുടെ ഒരു തലമുറയാകെ നശിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അതിൻ്റെ രൂക്ഷമായ നിലയിലെത്തിയപ്പോഴാണ് നമ്മളെല്ലാം പ്രതികരിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് ദുരന്ത ചിത്രങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഓരോ ദിവസം ഉണ്ടാവുകയാണ്. രക്ഷകർത്താക്കളെ കൊല്ലാൻ പോലും മടിയില്ലാത്ത, അമ്മമാരെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ മടിയില്ലാത്തൊരു തലമുറയാണ് വളർന്നു വരുന്നത്. ഞാനൊരു ഉദാഹരണം മാത്രം പറയാം. കോഴിക്കോട് ഒരു വർഷം മുമ്പുണ്ടായൊരു വാർത്ത നമുക്കെല്ലാം വലിയ ഞെട്ടലുണ്ടാക്കിയൊരു വാർത്തയാണ്. സ്വന്തം പെറ്റമ്മയുടെ കഴുത്ത് വെട്ടിമാറ്റിയ ഒരു ചെറുപ്പക്കാരൻ, 22 വയസ്സുള്ള ചെറുപ്പക്കാരൻ വാർത്ത വായിച്ചപ്പോൾ നമുക്ക് വലിയ വേദനയും സങ്കടവും ഉണ്ടായി. ഈ വാർത്ത വായിച്ചപ്പോൾ അതിന് കൂടെ വാർത്തയിലുണ്ടായ ഒരു മറ്റൊരു വരി വായിച്ചപ്പോഴാണ് നമുക്ക് അതിലേറെ സങ്കടമുണ്ടായത്. ഈ ചെറുപ്പക്കാരന് 2 വയസ്സുള്ളപ്പോഴാണ് ഈ പയ്യന്റെ പിതാവ് മരണപ്പെടുന്നത്. 2 വയസ്സുള്ള മകനെയും കൂട്ടിപ്പിടിച്ച് ഈ അമ്മ അയൽവക്ക വീടുകളിൽ ജോലിക്ക് പോയിട്ടാണ് ഈ പയ്യനെ വളർത്തിയത്. ഈ പിതാവ് മരണപ്പെട്ടപ്പോൾ സ്വന്തക്കാരെല്ലാം ബന്ധുക്കളെല്ലാം പറഞ്ഞതാണ് ഒരു രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ പറഞ്ഞു. കാരണം വളരെ ചെറുപ്പമാണ് ഈ അമ്മ, 2 വയസ്സ് മാത്രമേ ഈ പയ്യനുള്ളൂ. പക്ഷേ ഈ അമ്മ പറഞ്ഞു, എനിക്ക് എൻ്റെ മകനുണ്ട്, അവനെ വളർത്തണം, വലുതാക്കണം എന്ന് പറഞ്ഞ് അവനെ ചേർത്ത് പിടിച്ച് അവനെ കൂട്ടിപ്പിടിച്ച് അയൽവക്ക വീടുകളിൽ വീട്ടുപണിക്ക് പോയി, കൂലിപ്പണിക്ക് പോയി ഈ മകനെ പഠിപ്പിച്ച് മിടുക്കനാക്കി 20 വയസ്സ് 22 വയസ്സാകുമ്പോൾ ഡിഗ്രി നേടിക്കൊടുത്ത് നല്ല നിലയിലേക്ക് അവൻ എത്തുന്ന ഒരു ഘട്ടത്തിൽ എപ്പോഴും അവൻ ഈ ലഹരിയുടെ കൂടാരത്തിൽ അകപ്പെട്ട് ലഹരിയുടെ വ്യാപാരത്തിന് അടിമപ്പെട്ട് ആ ചെറുപ്പക്കാരൻ വഴിതെറ്റി പോയതിന്റെ ദുരന്ത ഫലമാണ് ആ പ്രിയപ്പെട്ട പെറ്റമ്മയുടെ കഴുത്ത് വെട്ടിമാറ്റുന്ന സംഭവം ഉണ്ടായത്. അതിലേറെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാർത്ത വായിച്ചപ്പോൾ നമുക്ക് വലിയ വേദനയുണ്ടായ മറ്റൊരു വാർത്ത അതിന്റെ കൂടെ ഉണ്ടായത്. ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം രാവിലെ ഒരു പ്രകോപനമില്ലാതെ തൊട്ടപ്പുറത്ത് വീടുന്ന ഒരു വെട്ടുകത്തി വാങ്ങി പെറ്റമ്മയുടെ കഴുത്ത് വെട്ടിമാറ്റുകയാണ്. അയൽവക്കക്കാർ കൂടി ഈ വിഷയം പറഞ്ഞ അയൽവക്കക്കാർ കൂടി വന്നപ്പോൾ യാതൊരു കൂസലുമില്ലാതെ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്നെ പ്രസവിച്ചതിനുള്ള, എന്നെ വളർത്തിയതിനുള്ള ശിക്ഷയാണ് ഞാൻ എൻ്റെ അമ്മയോട് ചെയ്തെന്ന് പറയുന്ന നിലയിലേക്ക് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരന് മനോനില മാറുമ്പോൾ ലഹരി എത്രത്തോളം നമ്മുടെ യുവതലമുറയെ സ്വാധീനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അപകടത്തിലേക്ക് പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യമാണ് നമുക്കെല്ലാം ഉള്ളത്. UCF പ്രസിഡന്റ് പാസ്റ്റർ നിബു ജേക്കബ് അധ്യക്ഷത വഹിച്ചു. പാസ്റ്റർ സാജോ തോണിക്കുഴിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ ശാലിനി പ്രദീപ്, പാസ്റ്റർമാരായ സജി മാത്യു, ബിനു എബ്രഹാം, PD ദാസ്, നിബു ജേക്കബ്, പ്രസിഡന്റ് സജിമോൻ CD എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന മികച്ച ഭരണഘടനയാണ്. ലോകത്തിൽ വെച്ച ഏറ്റവും പ്രബുദ്ധമായ ജനാധിപത്യ വ്യവസ്ഥകളുടെ, സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുടെ, റിപ്പബ്ലിക്കൻ സാഹോദര്യ സമത്വ സ്വാതന്ത്ര്യത്തിന്റെ മുഖമുദ്ര ഉയർത്തിപ്പിടിക്കുന്ന, മനുഷ്യത്വത്തിനും മനുഷ്യന്റെ ജീവന് മൂല്യതകൾ കൊടുക്കുന്ന ഈ ഭരണഘടന ഒരു ഭാരതീയ പൗരൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനമുണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്. ഭരണഘടന നമുക്ക് മുമ്പിൽ വിഭാവനം ചെയ്യുന്ന മഹത്തായിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യനാണ് പ്രധാനം എന്നുള്ളതായ വസ്തുതയെ ഓർപ്പിച്ചുകൊണ്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ അധികാരത്തെക്കുറിച്ച്, പൗരന്റെ അവകാശത്തെക്കുറിച്ച്, അതുപോലെ തന്നെ കടമകളെക്കുറിച്ച്, നിർദ്ദേശങ്ങളെക്കുറിച്ച്, തത്വങ്ങളെക്കുറിച്ചൊക്കെ ഈ ഭരണഘടന നമുക്ക് മുമ്പിൽ ഓർപ്പിച്ചുണർത്തുന്നുണ്ട്. അത് നമ്മളെ പഠിപ്പിക്കുന്ന ഭരണഘടനയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ആർട്ടിക്കിൾ 12 മുതൽ 25 വരെയുള്ളതായ. അതിൽ 3 വാക്കുകളിലാണ് ആ ഭാഗത്തെ ഈ ഭരണഘടന രചയിതാക്കളായിരിക്കുന്ന ഡോക്ടർ BR അംബേദ്കറോ വല്ലഭായ് പട്ടേലോ നെഹ്റുജിയോ പോലെയുള്ള ആളുകളോ അടക്കമുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രേഖപ്പെടുത്തുവാനായിട്ട് നിർബന്ധിതരായിട്ടുണ്ട്.
സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യമെന്ന് പറയുന്ന ആശയത്തിൻ്റെ മറ്റൊരു വശമാണ് ഞങ്ങൾ നടത്തുന്ന ഈ പ്രഭാഷണ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.